ഇന്നൊരു ബർത്ത്ഡേ വ്ളോഗാണ്. എൻ്റെ കുട്ടേട്ടൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അതായത് എൻ്റെ മൂത്തേൻ്റെ മോനാണ് കുട്ടേട്ടൻ. അപ്പം നമ്മളത് സെലിബ്രേറ്റ് ചെയ്യാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നേരെ പോയത് മാക്സിലേക്കാണ്. അവിടെ എത്തി കുട്ടേട്ടന് ചെറിയൊരു ഗിഫ്റ്റും കൂടെ വാങ്ങിച്ച് നമ്മൾ നേരെ പോയത് കേക്ക് വാങ്ങിക്കാനാണ്. അങ്ങനെ കേക്കും വാങ്ങി നേരെ കുട്ടേട്ടൻ്റെ വീട്ടിലെത്തി. അവിടെ എത്തി ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ എന്താക്കി കുട്ടേട്ടൻ ഇട്ട് നോക്കി. അപ്പം കറക്റ്റാണ്, കുഴപ്പമൊന്നും ഉണ്ടായില്ല. അതിന് ശേഷം ആണ് നമ്മൾ ഡെക്കറേഷൻ പരിപാടിയിലേക്ക് വന്നത്. പ്രത്യേകിച്ച് ഡെക്കറേഷൻ ഒന്നുമില്ല, ബലൂണാണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ അവിടെയുള്ള കുറച്ച് കുട്ടികളും ചേർന്ന് ബലൂണൊക്കെ വീർപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഷീയാണ് ഇതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പേ നമ്മൾ കുട്ടേട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. പക്ഷെ അത് ജസ്റ്റ് ഒരു കുഞ്ഞി ഫങ്ഷൻ നമ്മൾ മാത്രമായിരുന്നു. കുട്ടേട്ടന് കേക്ക് കട്ടിങ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ഇപ്രാവശ്യം വിചാരിച്ചു കേക്ക് കട്ടിങ് മാത്രമല്ല, നമ്മൾ കുറച്ച് കുടുംബക്കാരെയും കൂടെ വിളിച്ച് നമുക്ക് ഡിന്നറും കൂടെ സെറ്റ് ചെയ്യാന്നുള്ളൊരു പ്ലാനൊക്കെ ഉണ്ടായി. അപ്പോൾ അതേ പ്ലാനാണ് നമ്മളിപ്പോൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡെക്കറേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടേട്ടൻ വന്നു, കേക്കും വന്നു. അപ്പോൾ മുട്ടായി ലഡുവൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ കുട്ടേട്ടനും മൂത്തയും വല്യച്ഛനും കൂടി കേക്ക് കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഒരു ചടങ്ങാകുമ്പോൾ നമ്മളങ്ങനെ കേക്ക് കട്ട് ചെയ്ത് കൊടുക്കുമല്ലോ. അങ്ങനെ ഫസ്റ്റ് അമ്മ കൊടുത്ത്, പുള്ളിക്കാരന് മധുരം ഇഷ്ടമായതുകൊണ്ട് നന്നായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഏട്ടൻ, ഇതാണ് എൻ്റെ ഏട്ടൻ, ഏട്ടൻ കൊടുത്തു. അങ്ങനെ ഏട്ടൻ കൊടുത്തതിന് ശേഷമാണ് ഞാൻ കൊടുത്തത്. മൂത്തേൻ്റെ വല്യച്ഛൻ്റെ സന്തോഷം കാണുമ്പം തന്നെ നമ്മളെ വയറ് നിറയെന്ന് പറയില്ല, മനസ്സ് നിറഞ്ഞു, വയറ് നിറഞ്ഞു. അങ്ങനെ കുട്ടേട്ടന് പിന്നെ ഞാനാണ് കൊടുത്തത്. ഞാൻ കുഞ്ഞു കഷ്ണം കേക്കാണ് കൊടുത്തത്. പിന്നെ ഒരു സ്നേഹ ചുംബനവും കൊടുത്തു. പിന്നെ കൊടുത്തത് ഷീയാണ്. അതുകൂടാതെ അവിടെയുള്ള കുറച്ച് പേരും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ എല്ലാവരും ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് കുറേ കേക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ കഷ്ണം എടുത്ത് കൊടുക്കുന്നത്. പുള്ളിക്കാരന് നമ്മൾ അധികം ഷുഗറുള്ളതൊന്നും കൊടുക്കാറില്ല. അപ്പോൾ കേക്ക് കട്ട് ചെയ്ത് പിന്നെ അവിടെയുള്ള എല്ലാവർക്കും കൊടുത്തു. മുട്ടായി ലഡുവൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നത് സമയം പറഞ്ഞത് 6:30 ആയിരുന്നു. പക്ഷേങ്കിൽ നമ്മൾ എല്ലാം ഡെക്കറേഷൻ എല്ലാം കഴിയുന്ന സമയത്ത് ഒരു 8:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഡിലേ വന്നു. അതുകൊണ്ട് നമ്മൾ നേരെ പോയത് ചോറ്, അതായത് ബിരിയാണി ഉണ്ടായിരുന്നു, അത് സെറ്റ് ചെയ്യുന്ന പരിപാടിയിലേക്കാണ് പോയത്. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് എല്ലാവരും കുറച്ച് സെൽഫിയൊക്കെ എടുത്തിട്ടാണ് പിരിഞ്ഞത്. പിന്നെ ഇത് അവിടെ വന്ന കുറച്ച് റിലേറ്റീവ്സാണ്. അപ്പോൾ അവരിങ്ങനെ സംസാരിക്കുന്നതൊക്കെ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മക്കളൊക്കെ അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും പുറത്തുനിന്നാണ് നമ്മൾ സെറ്റ് ചെയ്തത്. അങ്ങനെ ഞങ്ങളെടുത്ത സെൽഫീസാണ് ഇതൊക്കെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.